ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യോഹന്നാൻ 18-ന്റെ 1-2 വാക്യങ്ങൾ. ഇത് പറഞ്ഞിട്ട് യേശു ശിഷ്യന്മാരുമായി കെദ്രോൻ തോട്ടിന് അക്കരയ്ക്ക് പോയി. അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അതിൽ അവനും ശിഷ്യന്മാരും കടന്നു. അവിടെ യേശു പലപ്പോഴും ശിഷ്യന്മാരോടുകൂടെ പോയിരുന്നത് കൊണ്ട് അവനെ കാണിച്ചു കൊടുത്ത യൂദായും ആ സ്ഥലം അറിഞ്ഞിരുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഗദസമന ഒരു ദൈവിക സംസർഗത്തിൻ്റെ പുണ്യഭൂമിയായി സുവിശേഷ രേഖകളിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം കർത്താവിൻ്റെ പീഡാസഹനങ്ങളാണ് പരാമർശിക്കുന്നത്. മറ്റ് സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങൾ വിവരിക്കുന്നത്. പെരുന്നാൾ കൊണ്ടാടിയ മാളികയിൽ പ്രാർത്ഥനയ്ക്കും യേശുവിൻ്റെ വിടപറയിൽ പ്രഭാഷണത്തിനും ശേഷം യേശുവും ശിഷ്യന്മാരും കെദ്രോൻ തോട് കടന്ന് ഗദസമന എന്ന പൂങ്കാവനത്തിലെത്തി. യേശുവിന് ഗദസമനയോട് ഒരു പ്രത്യേക വൈകാരിക ബന്ധമുണ്ടായിരുന്നു. ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന 2-3 കാര്യങ്ങളിൽ ഒന്ന്, യേശുവും ശിഷ്യരും മിക്കപ്പോഴും സന്ദർശിക്കുന്ന ഇടമായിരുന്നു ഗത്സമനെ. തൻ്റെ പിതാവിനോടൊപ്പം പ്രാർത്ഥനയിൽ സമയം ചെലവിടുന്നതിനാണ് യേശു ഗത്സമേന തിരഞ്ഞെടുത്തിരുന്നത്. പ്രാർത്ഥനയുടെ ഈ നല്ല സമയം കർത്താവിൻ്റെ ശുശ്രൂഷകളെ ഗുണപരമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് ഒരു വിശ്രമ സ്ഥലം എന്നതിനേക്കാൾ യേശുവിന് പ്രാർത്ഥനയുടെ പോരാട്ട സ്ഥലമായിരുന്നു. വിശുദ്ധ ലൂക്കോസ് 22:42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ യേശു തമ്പുരാൻ ഗദസമനയിൽ തീവ്രമായി പ്രാർത്ഥിക്കുന്നതുകൊണ്ട് വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ ഭൂമിയിൽ പതിച്ചു. സ്വർഗീയ ദൂതൻ്റെ പരിചരണം യേശുവിന് ഇവിടെ ലഭിക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഗദസമേന യേശുവിന് തൻ്റെ സ്വയ സമർപ്പണത്തിൻ്റെയും ദൈവിക ശാക്തീകരണത്തിൻ്റെയും യാഗപീഠമായിരുന്നു. ദൈവസന്നിധിയിലുള്ള പൂർണ്ണവും ആത്മാർത്ഥവുമായ സമർപ്പണമാണ് അഭൗമികമായ ദൈവിക ശാക്തീകരണത്തിൻ്റെ അനുഭവങ്ങളെ തുറന്നു തരുന്നത്. രണ്ടാമത്, യേശുവും തൻ്റെ ശിഷ്യരും തമ്മിൽ മനസ്സ് തുറന്ന് സംവേദിച്ച അവസാന ഇടമായിരുന്നു ഗത്സമന. ഈ പൂന്തോട്ടം ഒരു ധനവാനായ സ്നേഹിതൻ്റെ ആയിരുന്നുവെങ്കിലും യേശുവിന് ഇത് ഒരു സ്വകാര്യതയുടെ ഇടവും കൂടി ആയിരിക്കാം. പിതാവാം ദൈവത്തോടുള്ള ഗാഢമായ സംസർഗത്തിനും തൻ്റെ ശിഷ്യന്മാരോടുള്ള ഗാഢമായ സംഭാഷണങ്ങൾക്കും ഈ സ്ഥലം യേശു ഉപയോഗിച്ചിട്ടുണ്ട്. ഗത്സമേന എന്ന വാക്കിൻ്റെ ആക്ഷരികമായ അർത്ഥം ഒലിവ് ചക്ക് എന്നാണ്. ഒലിവ് കായ്കളെ അവയുടെ രസം ഊറ്റിയെടുക്കുന്നതിന് വേണ്ടി കഠിനമായി പിഴിയുന്നത് പോലെ യേശുവിൻ്റെ അന്തരാത്മാവ് ഇവിടെ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു. രക്തത്തുള്ളികൾ പോലെ വിയർപ്പ് തുള്ളികൾ വീഴാൻ തുടങ്ങി. ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനായി സത്യ ഒലിവായ യേശു കഠിനമായ സമ്മർദ്ദങ്ങൾ അനുഭവിച്ച ഇടമാണ് ഗത്സമേന. നമ്മുടെ ഗുരുനാഥനായ യേശുവിൻ്റെ ഗത്സമേന അതൊരു അനുഭവമാണ്. അത് നമ്മുടെ സമർപ്പണങ്ങളുടെ അളവുകോലാക്കാൻ നമുക്ക് സാധിക്കുമോ എന്നതൊരു ചോദ്യമാണ്. മൂന്നാമത്, ഗത്സമേന യേശുവിന് ഒരു വിശുദ്ധ സ്ഥലം കൂടിയായിരുന്നു. അതായത് നിർണായകമായ തീരുമാനങ്ങൾ യേശു എടുത്ത സ്ഥലമാണിത്. അതുകൊണ്ടാണ് കൃത്യമായ ഇടവേളകളിൽ യേശു ഗത്സമേന സന്ദർശിച്ചത്. യേശുവിനെ കാണിച്ചു കൊടുത്ത യൂദായിക്ക് യേശു ഗത്സമനയിൽ ഉണ്ടായിരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിരുന്നു. യൂദയ്ക്കും ഗത്സമന അറിയാം. അതുകൊണ്ട് ഒറ്റ സ്ഥലമായി അത് മാറി. ദൈവപുത്രന് വിശുദ്ധമായിരുന്ന ഇടം ഒറ്റുകാരന് വഞ്ചനയുടെ ഇടമായി. ഇതെല്ലാവർക്കും നൽകുന്ന മുന്നറിയിപ്പുകൾ സ്വീകരിക്കപ്പെടണം. ദേവാലയം ഉൾപ്പെടെയുള്ള വിശുദ്ധ സ്ഥലങ്ങൾ പാപം മേയുന്ന ഇടങ്ങളായി തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്.
യേശുവിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിന്നും സംരക്ഷണയുടെ കാവലിൽ നിന്നും നാം അകന്നു പോകാൻ പാടില്ല. യൂദയെപ്പോലെ ദൈവസന്നിധി വിട്ട് ഓടിയാൽ നമ്മൾ പാപത്തിൽ നിപതിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ദൈവത്തിൻ്റെ ദൃഷ്ടിപഥത്തിൽ നിൽക്കാൻ മനഃപൂർവമായി ശ്രമിക്കേണ്ടതും അനിവാര്യമാണ്. ഈ വേദഭാഗം നമ്മളോട് പറയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മുടെ വിശ്രമ സ്ഥലങ്ങളിൽ നമ്മളെ സ്വാധീനിക്കുന്നവ എന്തൊക്കെയാണ്? വിശ്രമവേളകൾ ദൈവത്താൽ നിറയുന്നതിന് നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? പ്രാർത്ഥന നമുക്ക് ദൈവ വിരുദ്ധതകൾക്കെതിരെ ബലം ധരിക്കുന്നതിനുള്ള സർവായുധ വർഗധാരണ സന്ദർഭങ്ങളായി തീരാൻ ഇടയാകുന്നുണ്ടോ? സത്യ ഒലിവായ യേശുവിൻ്റെ ആന്തരിക സത്ത പിഴിഞ്ഞ് എടുക്കപ്പെടുന്ന വേളകൾ ദൈവദൂത സന്ദർശനത്തിൻ്റെയും ദൈവിക ശാക്തീകരണത്തിൻ്റെയും വേദിയായി മാറിയെങ്കിൽ നമ്മുടെ പൂർണ്ണ സമർപ്പണങ്ങൾ യഥാർത്ഥ ദൈവശാക്തീകരണ സന്ദർഭങ്ങൾ ആയിത്തീരുന്നതിന് വേണ്ടി അങ്ങനെയുള്ളൊരു സന്ദർഭമാക്കി വിധേയപ്പെടുത്തി കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നു. യേശുവിൻ്റെ പുണ്യഭൂമി യൂദയ്ക്ക് ശാപഭൂമിയായി എങ്കിൽ പുണ്യഭൂമികൾ ശാപഭൂമിയായി മാറാതിരിക്കാൻ നമ്മൾ ശ്രദ്ധാലുക്കളാകണം. ദൈവസന്നിധി ബോധം വിട്ടുകളയുന്ന ഒരു അപജയം അല്ലെങ്കിൽ പരാജയം നമ്മിൽ ഉണ്ടാകാൻ അനുവദിച്ചുകൂടാ. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തോടുള്ള സംസർഗത്തിൽ ഉറച്ചു നിൽപ്പാൻ ബലം തരണമേ എന്ന് യാചിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. രാത്രിയിൽ ലഭിച്ച നിദ്രയ്ക്കായും വിശ്രമത്തിനായും സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം കർത്താവിനോടുള്ള ബന്ധത്തിലും വിധേയത്തിലും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. നിർണായകമായ സന്ദർഭങ്ങളിൽ കർത്താവിന് വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കാതെ അങ്ങയുടെ നിലപാടുകളിൽ ഉറച്ചു നിൽപ്പാൻ, ഒപ്പം നിൽക്കാനും ഞങ്ങളെ ഇടയാക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ മാറാത്ത കരുണയിൽ അടിയങ്ങളെ കാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവർ, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ അനിവാര്യമായ സന്ദർഭങ്ങളിൽ ദൈവത്തോട് വിലപിക്കുന്ന, കരയുന്ന, സന്തോഷിക്കുന്ന എല്ലാവർക്കായും സ്തോത്രം. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും അനുധാവനവും നാം എല്ലാവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.